ഹലോ ഫ്രണ്ട്സ്, ആഫ്റ്റർ എഫക്ട്സിൽ ലെയേഴ്സ് അറേഞ്ച് ചെയ്യാൻ നമ്മൾ പലപ്പോഴും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ലെയറുകൾ കൂടുതലാകുമ്പോൾ അത് ചെയ്യാൻ വളരെ സമയമെടുക്കും. അതിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ആഫ്റ്റർ എഫക്റ്റിലെ സീക്വൻസ് ലെയർ ഫീച്ചർ. ഈ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ലെയേഴ്സ് ഓർഡർ അറേഞ്ച് ചെയ്യാം. ഈ ഫീച്ചർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കീ ഫ്രെയിം അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണുന്ന സീക്വൻസ് ലെയർ സെലക്ട് ചെയ്യണം. ഇനി ഇതിൽ ഓക്കെ കൊടുക്കുമ്പോൾ എല്ലാ ലെയേഴ്സും ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ഓർഡറിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി സീക്വൻസ് ലെയറിൽ വേറെ കുറച്ച് ഓപ്ഷൻ കൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ സീക്വൻസ് ലെയർ സെലക്ട് ചെയ്യണം. അതിനുശേഷം അതിലെ ഓവർലാപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടൈം കൊടുത്ത് ഓക്കെ കൊടുക്കണം. ഇവിടെ ഞാൻ ഫ്രെയിം 1 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ കാണാൻ പറ്റും ലെയർ ഒരു ഫ്രെയിം ഓവർലാപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 4 സെക്കൻഡ്സ് കൂടെ നോക്കാം. അതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ സീക്വൻസ് ലെയർ സെലക്ട് ചെയ്ത് ഓവർലാപ്പിന് താഴെയുള്ള ടൈം 1 എന്നുള്ളത് 4 ആക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ലെയേഴ്സ് 4 ഫ്രെയിംസ് ഓവർലാപ്പ് ആയിരിക്കുന്നത് കാണാം. ഇനി സീക്വൻസ് ലെയർ എന്നുള്ള മറ്റ് 2 ഫീച്ചേഴ്സ് കൂടെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരെ സീക്വൻസ് ലെയറിൽ ചെന്നിട്ട് അതിലെ ട്രാൻസിഷൻ എന്ന ഭാഗം ഇല്ലേ അതിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലെ ഡിസോൾവ് ഫ്രണ്ട് ലെയർ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഓവർലാപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഫേഡ് ഇൻ എഫക്റ്റ് കൂടെ കിട്ടും. ഇതുകൊണ്ട് ഫേഡ് ഇൻ എഫക്റ്റ് നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് പ്രോഗ്രാം തന്നെ ഓട്ടോമാറ്റിക്കായി ഇത് ചെയ്തു തരുന്നതാണ്. ഒപ്പാസിറ്റിയിൽ 0യും 100ഉം കൊടുത്ത് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം ഇല്ല. ഇനി അതിൻ്റെ നേരെ രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിലോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്രോസ് ഡിസോൾവ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെയേഴ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 ഫ്രെയിംസ് വെച്ചിട്ട് ഒരു ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ കീ ഫ്രെയിംസ് ഇപ്പോൾ നമുക്ക് ടൈം ലൈനിൽ കാണാം. അപ്പോൾ ഇത്രയും ഓപ്ഷനുകളാണ് ആഫ്റ്റർ എഫക്റ്റിലെ സീക്വൻസ് ലെയറിലുള്ളത്. ഇത് വെച്ച് നമുക്ക് ലെയേഴ്സ് ഈസിയായി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.